ചില മെത്രാന്മാർ വിവരദോഷികളാകുന്നത് എങ്ങനെ? പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ മെത്രാന്മാർക്കും പാതിരികൾക്കും രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്ത് കാര്യം എന്ന് ചോദിക്കുവാൻ വരട്ടെ. മെത്രാന്മാർക്ക് രാഷ്ട്രീയത്തിൽ വലിയ റോളുണ്ട്. അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ കാര്യമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ 1164 തൊട്ട് മുമ്പുള്ള അല്പം ചരിത്രം മനസ്സിലാക്കണം. സീസറോ പാപ്പിസം സിദ്ധാന്തം എന്തെന്ന് മനസ്സിലാക്കണം. ചക്രവർത്തിമാർ തങ്ങൾക്കുള്ളത് ദൈവിക അവകാശമാണെന്നും അതുകൊണ്ട് തന്നെ രാജ്യവും പള്ളികളും ഭരിക്കേണ്ടുന്നത് തങ്ങളുടെ അവകാശമാണെന്നും അവർ കരുതി. ഇതായിരുന്നു സീസറോ പാപ്പിസം സിദ്ധാന്തം. ഇക്കാലഘട്ടത്തിൽ ചക്രവർത്തിമാർ രാഷ്ട്രത്തെയും മതത്തെയും അടക്കി വാണു. മതനേതാക്കളെ അടക്കം അവരുടെ വരുതിയിലാക്കി. മറുവശത്ത് ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ വികാരി എന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് സഭയുടെ മേലും പരോക്ഷമായി ഭരണകൂടത്തിൻ്റെ മേലും ആത്യന്തിക അധികാരം ഉണ്ടായിരിക്കണം എന്ന കത്തോലിക്ക സിദ്ധാന്തം അഥവാ കോൺസ്റ്റന്റൈൻ്റെ വ്യാജ സംഭാവന ഉപയോഗിച്ച് പോപ്പിൻ്റെ രാഷ്ട്രീയ അധികാരത്തെ ന്യായീകരിക്കാനും ഉറപ്പിക്കാനും ഒരു ശ്രമമുണ്ടായി. അങ്ങനെ മധ്യകാലഘട്ടത്തിലുടനീളം പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജാക്കന്മാരെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള അവകാശം വരെ മാർപ്പാപ്പയ്ക്ക് ലഭിച്ചു. അത് പാപ്പ ശരിക്കും പ്രയോഗിക്കുകയും ചെയ്തു. ചില ഘട്ടങ്ങളിൽ അത് വിജയിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് 1066 ഹാരോൾഡ് ഗോഡിൻസൺ, 1305 സ്കോട്ട്ലൻഡിലെ റോബർട്ട് ദി ബ്രൂസ്, ഇംഗ്ലണ്ടിലെ ഹെൻറി എട്ടാമൻ, നവോരയിലെ ഹെൻറി മൂന്നാമൻ എന്നിവരെയൊക്കെ പോപ്പിന് സ്ഥാനഭ്രഷ്ടരാക്കാൻ സാധിച്ചു. അങ്ങനെ ഇക്കാലയളവിൽ സഭ ആത്മീയ മണ്ഡലത്തിൽ നിന്നും പതുക്കെ രാജ്യഭരണകാര്യങ്ങളിലേക്ക് കടന്നു കയറി ആധിപത്യം സ്ഥാപിച്ചു. പിന്നീട് അത് വലിയ അധികാര തർക്കങ്ങളിലേക്കും ഭരണപ്രതിസന്ധികളിലേക്കും വഴിവെച്ചു. പിന്നെ എന്തൊക്കെ പുകലുകൾ, ഉടമ്പടികൾ, യുദ്ധങ്ങൾ, മധ്യസ്ഥതകൾ. പിന്നീട് രാഷ്ട്രവും സഭയും ഒന്നാകുന്ന കാഴ്ചകളാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഭരണകർത്താക്കൾ സഭയ്ക്ക് ചൊറിഞ്ഞു കൊടുക്കുന്നു, സഭ ഭരണകർത്താക്കൾക്കും ചൊറിഞ്ഞു കൊടുക്കുന്നു. സഭയും രാഷ്ട്രവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാകുന്നു. സഭയ്ക്ക് വിഷമതകൾ വരുമ്പോൾ രാഷ്ട്രം ഇടപെടും, രാഷ്ട്രത്തിന് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സഭ കയറി ഇടപെടും. 12-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച ഇൻക്വിസിഷൻ അഥവാ മതകോടതികൾ ഇതിന് ഒരു ഉദാഹരണം മാത്രം. വിശ്വാസത്തെ ചോദ്യം ചെയ്തവരെ മതകോടതികൾ സ്ഥാപിച്ച് വിചാരണ ചെയ്ത് വധശിക്ഷ നടപ്പിലാക്കി, അതും പൈശാചിക രീതിയിൽ. ലക്ഷക്കണക്കിന് ആളുകളെ സഭ ഇത്തരത്തിൽ കൊന്നുകളഞ്ഞു. ഭരണകൂടം ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു എന്ന് മാത്രമല്ല, വേണ്ട ഒത്താശകളും ചെയ്തു കൊടുത്തു. സഭയും രാഷ്ട്രവും ഒന്നിച്ചപ്പോഴാണ് ജനങ്ങൾ ഏറ്റവും കൊടിയ പീഡനങ്ങളും ചൂഷണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അത് അന്നും ഇന്നും. നവീകരണ പ്രസ്ഥാനങ്ങളാണ് ഒരു പരിധിവരെ ഇതിനൊരു മാറ്റം കൊണ്ടുവന്നത്. സഭയെയും ഭരണകൂടത്തെയും വേർതിരിക്കുന്ന ആധുനിക സങ്കല്പത്തിൻ്റെ വക്താവ് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനായ മാർട്ടിൻ ലൂതറാണ്. ഇംഗ്ലീഷ് രാഷ്ട്രീയ തത്വചിന്തകനായ ജോൺ ലോക്ക്, റോജർ വില്യംസ് എന്നിവരുടെയൊക്കെ രചനകളിലൂടെ സഭയെയും ഭരണകൂടത്തെയും വേർതിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത ജനങ്ങൾ മനസ്സിലാക്കി. റോജർ വില്യംസ് ആദ്യമായി തൻ്റെ 1636 സോൾ ലിബർട്ടി എന്ന രചനയിൽ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. വൈദികരുടെ അധികാരം എപ്പോൾ ഉടലെടുത്താലും അത് സഭാപരമായതിനാൽ അത് സഭയുടെ പരിധിക്കുള്ളിൽ ഒതുങ്ങണം, ഒരു തരത്തിലും അത് സിവിൽ കാര്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാടില്ല എന്നും അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് സഭ കയറി രാഷ്ട്രീയത്തിൽ അള്ളുന്നതും രാഷ്ട്രീയക്കാർ കയറി സഭയിൽ ഇടപെടുന്നതും ഇത് ആദ്യമായല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും നവോത്ഥാന കാലഘട്ടത്തിന് ശേഷവും ഇപ്പോഴും സഭയും സ്റ്റേറ്റും പരസ്പര പൂരകങ്ങളായി, പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി വർത്തിക്കുന്നു എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ ഒരു ഇക്വലിബറിയത്തിന് മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ മാത്രമാണ് നാം ഇപ്പോൾ കാണുന്നത് എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ്. ഞാൻ മുൻപ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. സഭയും രാഷ്ട്രവും ഒന്നിച്ചപ്പോഴാണ് ജനങ്ങൾ ഏറ്റവും കൊടിയ പീഡനങ്ങളും ചൂഷണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അത് അന്നും ഇന്നും. മുൻപ് സഭയുടെ രാഷ്ട്രത്തിനു മേലുള്ള കടന്നുകയറ്റം വളരെ ഓപ്പണായിരുന്നു എങ്കിൽ ഇന്നത് വളരെ സട്ടിലാണ്. ശ്രദ്ധിച്ചു നോക്കിയെങ്കിലേ അത് മനസ്സിലാവൂ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും മത്സരിച്ച് തോക്കുക പോലും ചെയ്യാത്ത കത്തോലിക്കനായ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായത് സഭയുടെ ഈ സട്ടിൽ ഇടപെടൽ കൊണ്ടാണ്. സ്റ്റാൻസാമിയുടെ ഭരണത്തെക്കുറിച്ച് മിണ്ടാതെ മണിപ്പൂരിനെക്കുറിച്ച് ബിഷപ്പുമാർ മോങ്ങിയത് അതുകൊണ്ടാണ്. റോബിൻ വടക്കഞ്ചേരികളെ വിസ്മരിച്ച് ലവ് ജിഹാദ് എന്ന് പാലാ ബിഷപ്പന്മാർ മോങ്ങുന്നത് അതുകൊണ്ടാണ്. റവറിന് 350 ഉറുപ്പിക തന്നാൽ ഒരു MBA തരാമെന്ന് ബിഷപ്പന്മാർ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറഞ്ഞ കാലം ആവശ്യപ്പെട്ട നേതാവെന്ന് പിണറായിയെ വിശേഷിപ്പിച്ച മാർ കൂറിലോസ് ഇന്ന് വിവരദോഷിയായത് ഇതുകൊണ്ടാണ്. ക്രിസ്തുവിനെ ക്രൂശിലേറ്റി പിന്നെയും 500 കൊല്ലം കഴിഞ്ഞ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മനസ്സിലുദിച്ച ആശയം പ്രാകൃത പേഗൻ ആചാരത്തെ കത്തോലിക്ക സഭ എന്ന പ്രസ്ഥാനമാക്കി അത് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ ഭൗതിക മണ്ഡലങ്ങളിലും ഇടപെടലുകൾ നടത്തി അധികാരം പിടിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ 900 സഭകളുണ്ടായി.
വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടായി എന്ന് പറയുന്നത് പോലെ നൈറ്റിയും ഇട്ട് പൂച്ചാണ്ടി വേഷം കെട്ടിയവന്മാരെല്ലാം സഭാപിതാക്കന്മാരായി. താറാവ് വളർത്തിക്കൊണ്ടു നടന്ന യോഹന്നാൻ പോലും ഒരു ചവയുണ്ടാക്കി അതിൻ്റെ അധിപനായി. അതിൻ്റെ വാലിൽ തൂങ്ങി സാമൂഹ്യ വിരുദ്ധന്മാരായി നടന്നവന്മാർ പോലും ഇന്ന് മെത്ര ഊളിത്തകളായി. ഇവന്മാരുടെ മെനകെട്ട അരമനകളിലും ഈ നാറുന്ന മേനികളെ തിരുമേനി എന്ന് വിളിച്ച് രാഷ്ട്രീയക്കാർ വോട്ടിനും ഫണ്ടിനും വേണ്ടി ഇവന്മാരുടെ മെനകെട്ട അരമനകളിൽ കയറി ഇറങ്ങുന്നു. ഇന്ന് രാഷ്ട്രീയക്കാരന്മാരുടെ ഏറ്റവും വലിയ ഫണ്ടിങ് സോഴ്സ് അബ്കാരികളല്ല, ക്വാറി മാഫിയകളല്ല, ക്രൈസ്തവ സഭകളാണ്. ഇന്ന് രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ സേവനം ആവശ്യമായത് ക്രൈസ്തവ സഭകൾക്കാണ്. ഇവരുടെ കച്ചവടങ്ങൾക്കാണ്, കൊള്ളരുതായ്മകൾക്കാണ്, പങ്ക് കച്ചവടങ്ങൾക്കാണ്. ആതുര സേവനം, ക്രൈസ്തവവൽക്കരണം, റൂറൽ ഡെവലപ്മെൻറ്റ്, വുമൺ എംപവർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് $1 ട്രില്യൺ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയും അത് വകമാറ്റി വലിയ കോർപ്പറേറ്റ് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും റിയൽ എസ്റ്റേറ്റുകളിലും മുടക്കി. ന്യൂനപക്ഷം എന്ന പേരിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി. ആരാധനാലയങ്ങൾ എന്ന ലേബലിൽ നികുതി ഇളവ് കരസ്ഥമാക്കി ഇവരുടെ സാമ്രാജ്യം വിസ്തൃതമാക്കി. സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കി. വിശ്വാസികൾ അന്നും ഇന്നും ആത്മീയമായും മാനസികമായും ഭൗതികമായും വളരാതെ ഇവരുടെ അടിമകളായി തുടരുന്നു. സഭകളെ നല്ലൊരു പ്രഷർ ഗ്രൂപ്പായി, വോട്ട് ബാങ്കായി വളർത്തിയെടുത്ത് സഭാപിതാക്കന്മാർ എന്ന തീവട്ടികൾ അതിൻ്റെ ഗുണഭോക്താക്കളായി വാഴുന്നു. അവർ ക്രിസ്തു കാണിച്ചു തന്ന ലാളിത്യം, സ്നേഹം, ദയ, ക്ഷമ, പരോപഹാരം എന്നിവയിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്നു. സ്വരുക്കൂട്ടിയത് മുഴുവൻ ഈടി കൊണ്ടുപോകാതിരിക്കുവാൻ അവർ ഇന്ദ്രപ്രസ്ഥത്തിന് വട്ടം ചുറ്റുന്നു. രാഷ്ട്രീയക്കാരന്മാരെ പ്രകീർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു ക്രൈസ്തവ പുരോഹിതൻ ഇന്ന് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ ദർശനങ്ങളെ സമകാലിക വിഷയങ്ങളുമായി ബന്ധിപ്പിച്ച് സംസാരിക്കാറുണ്ടോ? എന്നാൽ അവർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിവാദ പരാമർശങ്ങൾ നടത്തുന്നു. ആർക്കു വേണ്ടി? കഴിഞ്ഞ ദിവസം യാക്കോബായ സഭയിലെ മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് പിണറായിയെ നിശിതമായി വിമർശിക്കുകയുണ്ടായി. നാണംകെട്ട പരാജയത്തിൽ നിന്ന് CPM-ഉം ഇടതുപക്ഷ കക്ഷികളും പാഠം പഠിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം ബിഷപ്പ് കൂറിലോസ് തൻ്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചത്. കിറ്റി രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആവരുത്. രോഗം ആഴത്തിലുള്ളതാണ്. ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടതു തന്നെ നിൽക്കണം. ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തേക്ക് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും, ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. BJP-യേക്കാൾ രൂക്ഷമായി രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ നിലപാട് തിരിച്ചടിക്ക് കാരണമായി എന്ന് തിരഞ്ഞെടുപ്പ് കാലത്തെ പിണറായിയുടെ പ്രസംഗങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ച് ബിഷപ്പ് കുറിച്ചിട്ടു. ഇതിനെല്ലാം തിരിച്ചടിയായിട്ടാണ് പുരോഹിതരിലും ചില വിവരദോഷികളുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കേട്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗീവർഗീസ് മാർ കൂറിലോസ് വിവരദോഷിയായത്? ഇടതുപക്ഷം ഹൃദയപക്ഷമെന്ന് ഇന്നും പറഞ്ഞപ്പോൾ, കാലം ആവശ്യപ്പെട്ട നേതാവെന്ന് പിണറായിയെ വിശേഷിപ്പിച്ചപ്പോൾ, CPM-ന്റെ വേദികളിൽ നിരന്തരം പങ്കെടുക്കുകയും ക്രിസ്തുവിൻ്റെയും കാറൽ മാർക്സിൻ്റെയും നിലപാടുകളിലെ സമാനതകളെക്കുറിച്ച് ആവേശപൂർവ്വം സംസാരിക്കുകയും ചെയ്തപ്പോൾ ഒന്നും ബിഷപ്പ് കൂറിലോസ് വിവരദോഷിയല്ലായിരുന്നു. ബിഷപ്പിൻ്റെ പ്രസ്താവന വിവാദമാകുകയും സഭയ്ക്ക് പാരയാകുകയും ചെയ്യുമെന്ന് കണ്ടപ്പോൾ യാക്കോബായ സഭാ നേതൃത്വം ഉടൻ വിശദീകരണവുമായി വന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ ബിഷപ്പിൻ്റെ ചുമതലകളൊന്നുമില്ലെന്നും അത് സഭയുടെ അഭിപ്രായമല്ലെന്നും വിജയൻ ഞങ്ങളുടെ മുത്താണെന്നും പ്രസ്താവന ഇറക്കി. ഈ തള്ളിപ്പറച്ചിലിന് പിന്നിലും വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ 2017 ജൂലൈ 3 വിധി നടപ്പാക്കാതിരിക്കുവാൻ സർക്കാർ കനിയണം. ചർച്ച് ബില്ല് പാസ്സാക്കിയെടുക്കണം. പള്ളികൾ ഇനി നഷ്ടപ്പെടരുത്. ഈ വലിയ ലക്ഷ്യം മുന്നിലുള്ളപ്പോൾ ഒരു ബിഷപ്പിനെ കുരുതി കൊടുത്താൽ എന്താണ് കുഴപ്പം? ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഒരു റിഫർമേഷനും റിനേസൻസും ഒരു മണ്ണാങ്കട്ടയും ഉണ്ടായിട്ടില്ല. പഴയതിലും ഭീകരമായി സഭയും രാഷ്ട്രീയവും തമ്മിലുള്ള അവിഹിത ബന്ധം, അവിശുദ്ധ ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയുള്ള 90% പ്രശ്നങ്ങളുടെയും മൂലകാരണം സഭകളെന്ന പേരിലുള്ള കള്ളക്കൂട്ടങ്ങളുടെ കയ്യിലുള്ള പരിധിയില്ലാത്ത സമ്പത്തും പരിധിയില്ലാത്ത അധികാരവുമാണ്. അവർ അതുപയോഗിച്ച് ഒരു സമാന്തര ഭരണം ഇവിടെ നടത്തുന്നു. രാഷ്ട്രത്തെയും ഭരണാധികാരികളെയും ജുഡീഷ്യറിയെ പോലും വിലക്കെടുക്കുന്നു. ആളുകളിൽ വിദ്വേഷം നിറയ്ക്കുന്നു, ഭിന്നിപ്പുണ്ടാക്കുന്നു, ഭിന്നിപ്പിച്ച് ഭരിക്കുന്നു, നേട്ടം കൊയ്യുന്നു. പ്രത്യക്ഷത്തിൽ ഇവിടെ ഭരണം കൈയാളുന്നത് പാർട്ടികളാണെങ്കിലും ഭരിക്കുന്നത് ഇവരാണ്. ഇവരുടെ അടിമകളാണ് ഭരണകൂടം. ഇവരുടെ എച്ചിൽ നക്കികളാണ് ഭരണാധിപന്മാർ.
ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. പക്ഷേ മൊണ്ണകൾക്ക് ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല എന്നതാണ് ഇവരുടെ വിജയം. ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷ കൊള്ളക്കാരനെ വിമർശിച്ച, അവൻ്റെ അന്തർദേശീയ തട്ടിപ്പുകളും ഹവാല ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഒടുക്കം അവൻ കബളിപ്പിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ തട്ടിയെടുക്കുവാൻ അവനെ പൂശിക്കളഞ്ഞതും ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുത്തപ്പോൾ എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസെടുത്തതിനാൽ ഒളിവിലിരുന്ന് വാർത്ത ചെയ്യേണ്ടുന്ന ഗതികേടുള്ള ഒരു നാട്ടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. KP യോഹന്നാൻ്റെ ഹവാല ഇടപാടുകൾ പുറത്തു വന്നാൽ പുറത്താകുന്നത് ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബിനാമി ഇടപാടുകളാണ്. ഞാൻ തുരന്ന് എത്തുന്നത് ഇവരുടെ നെഞ്ചിലേക്കാണ് എന്ന ഭീതിയാണ് എന്നെ വേട്ടയാടുന്നതിന് പിന്നിലുള്ള രഹസ്യം. പക്ഷേ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയാണ് യഥാർത്ഥ ഒരു നവോത്ഥാനത്തിന് നാം തുടക്കം കുറിക്കേണ്ടുന്നത്. ഈ ചവകൾ എന്ന മാഫിയ പ്രസ്ഥാനങ്ങൾ തകരുന്നതിന് വേണ്ടിയുള്ള നവോത്ഥാനം. ഈ പ്രസ്ഥാനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളതെന്ന് നാം ചിന്തിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.